ഹായ്, നമസ്കാരം. വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. 3 സെൻറ്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു 3 ബെഡ്റൂം വീട്. വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 11 കിലോമീറ്റർ അകലെയായി പൂക്കാട്ടുപടിയിലാണ്. ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 700 മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ചെറിയൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. കിണർ വെള്ളവും വാട്ടർ കണക്ഷനും ഈ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു മോഡേൺ കണ്ടംപററി ആൻഡ് ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ധാരാളം ബോക്സ് ടൈപ്പ് സ്ട്രക്ചറുകൾ വീടിൻ്റെ എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. വീടിൻ്റെ മുന്നിലായി കാണുന്നത് ഏകദേശം 4 മീറ്റർ വിടുത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത മനോഹരമാക്കിയിരിക്കുന്ന റോഡുകളാണ്. ഗേറ്റ് സ്ലൈഡിങ്ങിലാണ് വരുന്നത്, ഫോൾഡിങ്ങിലും നൽകിയിരിക്കുന്നു. സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് മുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് വീട് വരുന്നത്. കൃത്യമായും വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം. ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കാർ പോർച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. അത്യാവശ്യം വലിയ സിറ്റ് ഔട്ട് തന്നെയാണ് ഈ വീടിന് വരുന്നത്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. മുകളിലായിട്ട് ടൈലും നൽകിയിരിക്കുന്നു. വലിയ ഒറ്റപ്പാളിയിൽ നിർമ്മിച്ച മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് മഹാഗണി വുഡിലാണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ മനോഹരമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ്. ഇരുവശത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു വശത്തായിട്ട് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു. വൈറ്റ് കളറിലുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. TV യൂണിറ്റ് വളരെ സിമ്പിളായിട്ടുള്ളത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മൾട്ടി വുഡിലാണ് TV യൂണിറ്റിൻ്റെ നിർമ്മാണം. മുകൾ ഭാഗത്തായിട്ട് ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. കോവ് ലൈറ്റിംഗ് കൊടുത്ത് അതും മനോഹരമാക്കിയിരിക്കുന്നു. ലിവിംഗ് സ്പേസിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഒരു വശത്ത് ഒരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ മികച്ച രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. കിച്ചണിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ താഴെയും മുകളിലുമായിട്ട് ധാരാളം കബോർഡുകൾ നൽകിയിരിക്കുന്നു. ഗ്രാനൈറ്റ് ആണ് ടേബിൾ ടോപ്പായിട്ട് വരുന്നത്. ഗ്രേയും വൈറ്റും കളറിലുള്ള കബോർഡുകൾ നൽകിയിരിക്കുന്നു. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് വരുന്നത്. ഗ്രാനൈറ്റിന് മുകളിലായി വൈറ്റ് കളർ ടൈലും നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് ആണ്. അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമുമാണ് ഈ വീടിന് ടോട്ടൽ ഉള്ളത്. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം. ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് വരുന്നുണ്ട്. മൾട്ടിവുഡിൽ തന്നെയാണ് വാർഡ്രോബിൻ്റെ നിർമ്മാണം. ക്യൂരിയോസ് വയ്ക്കാവുന്ന സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ബാത്റൂമാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്. ഒരു സിമൻറ്റ് ടെക്സ്ചർ വർക്ക് വരുന്ന രീതിയിലുള്ള ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലാണ് ടൈല് വരുന്നത്. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ നൽകിയിരിക്കുന്നത്. മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പുകൾ വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് മുകളിലേക്കാണ്. താഴെയായി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ലേസറായി ടൈല് വരുന്നുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു. അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുന്നത്. കോവ് ലൈറ്റിംഗ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഈ വീടിന് ഉള്ളത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമുമാണ് ഈ വീടിന് വരുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ ഏകദേശം അതേ സ്പേസ് തന്നെയാണ് വരുന്നത്. ജനലുകളുടെ എല്ലാ സ്ഥാനം അതുപോലെ തന്നെ ഇവിടെയും നൽകിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് 2 പാളി ജനലും ഒരു ഭാഗത്ത് 3 പാളി ജനലുമാണ് വരുന്നത്. വാർഡ്രോബുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. നേരത്തെ കണ്ട വാർഡ്രോബിൻ്റെ സെയിം ഡിസൈനുള്ള വാർഡ്രോബ്. ഫോൾ സീലിംഗ് വർക്കും വരുന്നുണ്ട്. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. സെറയുടെ തന്നെയാണ് സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ഒരു വശത്തായിട്ട് 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ നിന്നാണ് സ്റ്റെയർ വരുന്നത്. കോൺക്രീറ്റിലാണ് സ്റ്റെയർ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS-ലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. നേരത്തെ നമ്മൾ കണ്ടത് സ്റ്റഡി റൂമാണ്. ഇപ്പോൾ ഈ നിൽക്കുന്നതാണ് ബെഡ്റൂം. ഇരുവശത്തുമായിട്ട് ജനലുകൾ വരുന്നു. അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് ഈ ബെഡ്റൂമും. ഈ ബെഡ്റൂമിൽ നിന്നാണ് പുറത്തേക്കുള്ള ബാൽക്കണിയിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. 3 ബെഡ്റൂമുകൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി റൂമിന് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല. വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിലും അത്യാവശ്യം നല്ല സൗകര്യത്തിലുമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് വീട് വരുന്നത്. ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് വരുന്നത്. വീടിന് മുന്നിലായി 4 മീറ്റർ വിടുത്തുള്ള ടൈൽഡ് റോഡ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിണറും വാട്ടർ കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള എലിവേഷനിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വില വരുന്നത് 57 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട്ടിൽ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വരുന്ന ദൂരം 4 കിലോമീറ്ററാണ്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 11 കിലോമീറ്റർ അകലമുണ്ട്. മെയിൻ ബസ് റൂട്ടിലേക്ക് 800 മീറ്ററാണ് ദൂരം. വീട് കാണാനായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.